ഭർത്താക്കന്മാരെ അനുസരിക്കുന്ന ഭാര്യമാരാകണം. ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യക്ക് സ്വർഗമില്ല. സ്വർഗം വേണോ? ഭർത്താവിനെ അനുസരിക്കുന്നവരാകണം. ഭർത്താവിനെ അനുസരിക്കാത്തവർക്ക് സ്വർഗം കിട്ടാൻ പോകുന്നില്ല. ഭർത്താവ് എത്ര വയസ്സുള്ളവരാണെങ്കിലും ശരി, വീട്ടിലുള്ള വയസ്സായ ഉപ്പാക്ക് വലിയ ബഹുമാനമില്ല. മക്കളും ഉമ്മയും വേറെ പാർട്ടി, ഉപ്പ ഒന്ന് വേറെ. ഉപ്പ വീട് കാക്കാനുള്ള ആള്. ചില സ്ഥലത്തൊക്കെ അങ്ങനെയാണ്. ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ച് പോലുണ്ട്. ഉപ്പാനെ കൂട്ടാറില്ല. വയസ്സായ ഉപ്പാക്ക് വീട്ടിൽ ബഹുമാനമില്ല. അതിന്റെ ഒരു കാരണം ഉസ്താദന്മാരെല്ലാം പോയടുത്ത് ഉമ്മാന്റെ തന്നെ പേര് പറഞ്ഞു പ്രിയപ്പെട്ട ഉമ്മാൻ. ഉപ്പാന്റെ പേരെല്ലാം പോയി. ഒരു അങ്ങനെ കാരണമൊന്നല്ല. ഉമ്മ മക്കളൊക്കെ ഒന്നായി. അങ്ങനെ ആവാൻ പാടുള്ളതല്ല. ഉമ്മാക്കുള്ള വില, ഉമ്മാന്റെ സ്വർഗം ഉപ്പാന്റെ കാലിനടിയിലാണ്. അത് ഓർമ്മ വേണം. ഉമ്മയാണ്. ഉമ്മ എല്ലാം നമ്മുടേത് ഉമ്മയാണ്. പക്ഷേ ഒന്നുണ്ട്, ഉമ്മാക്ക് സ്വർഗം വേണോ? ഉപ്പാന്റെ കാലിനടിയിലാണ് നമ്മുടെ ഉമ്മാന്റെ സ്വർഗം. അതൊരു ഓർമ്മ വേണം. ഭർത്താവിനെ അനുസരിക്കണം. 9 മക്കളുള്ള ഒരു ഉപ്പ പറഞ്ഞു, ഉസ്താദെ ഷുഗർ 400 ചില്ലര. ഇല്ലെങ്കിൽ ഞാൻ ഏടെങ്കിലും പോയിട്ട് ഏതെങ്കിലും അവസ്ഥയിൽ പോയിട്ട് ഏടെങ്കിലും ഒന്ന് റായത്തായി പോയിട്ട് ഷുഗർ എല്ലാം ഉണ്ട്, ഇപ്പൊ എന്ത് കഴിയുന്നില്ല. അപ്പൊ ഞാൻ അയാളോട് ചോദിച്ചു, എന്തേ പ്രശ്നം? എന്തില്ല ഉസ്താദ്, എപ്പോഴും ഞാൻ ഉപ്പായിട്ട് പുറത്ത് കിടക്കുന്നു, ഞങ്ങൾക്ക് പ്രത്യേക റൂം എന്തില്ല. അങ്ങനല്ലേ, വയസ്സായ ഉപ്പാണ്ടർക്ക് പേരിൽ റൂമില്ല. എന്നെ തന്നെ ഒരു ദിവസം വാസ്തു നോക്കാന്ന് കൊണ്ടുപോയി. പോകുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദ് നിങ്ങളെ കാണുന്ന പിന്നെ ഉപ്പ കുറച്ച് അട്ട പിടിക്കുന്നത്, നിങ്ങൾ ചൊല്ലിട്ട് ശരിയാക്കണോ? മംഗലം കഴിക്കാൻ പേരിൽ റൂമില്ല. റൂമിന്റെ വ്യവസ്ഥ ആവണല്ലേ. അങ്ങനെ റൂമാണോ? ഞാൻ നോക്കാന്നെല്ലാം പറഞ്ഞ് പോയിട്ട് എത്തിയിട്ട് സലാം ചെല്ലത്തര അയാൾ കേൾക്കുന്നു, ഉസ്താദെ കണ്ണിമൂലോടെ ആര്? പരന്റെ ഉപ്പ, പരക്കാരനായ ഉപ്പ. ഇയാൾക്ക് പേടി എന്നിന്റെ ഈ ഉപ്പനെ പുറത്തിടാനുള്ള ഐഡിയ എനിക്കിതല്ല പിന്നല്ല അറിയുന്നത്. പോയിട്ട് അയാളോടല്ല ചോദിച്ച. അയാൾ പറഞ്ഞു, ഉസ്താദെ ഞാൻ കണ്ണിമൂല ഓടാന്ന് അവിടെ കിടക്കുന്നു ഉസ്താദ്. എന്നോട് പണ്ടൊരാഴ്ച കണ്ണിമൂല നിങ്ങൾ കിടക്കണോ? ഉസ്താദ് ഇത് ആയത്തിന്റെ പുറത്ത്, ഇത് കണ്ണിമൂലാന ഇല്ലേന്ന്, കന്നിമൂലാന ഇല്ലേന്ന്. ഉമ്മാവും മക്കല്ല ചെന്ന ഉപ്പ പുറത്ത് കിടക്കട്ട്. അപ്പറ പോയിട്ടാകുമ്പോ ഇയാൾ ചെന്നു, ഉസ്താദ് സിമെന്റിന്റെ സീറ്റ് ഇതിന്റെ അടിയിൽ കിടന്നിട്ട് ഉറങ്ങും. അങ്ങനെ കന്നിമൂലാനക്കും ഞാൻ കിടക്കുന്നില്ല. ഏത് പൊരേക്ക് റൂമിന് കുറവുണ്ട്, ഷോർട്ട് ഉണ്ട്. ഉപ്പാനെ എന്താക്കുന്നു? ഉപ്പാനെ സീറ്റിട്ട റൂമിലേക്ക് ഷിഫ്റ്റ് ആക്കുന്ന എല്ലാരും കൂടിയിട്ട്. അതിന് വേണ്ടിട്ട് ഉസ്താദിനെ കൊണ്ടുവന്ന വാസ്തു ചെല്ലാൻ വേണ്ടിയിട്ട്. സുബ്ഹാന ജല്ല ജലാലു. വയസ്സായ ഉപ്പ, വയസ്സായ ഉമ്മ, അവരൊക്കെ അനുഗ്രഹങ്ങളാണ്. ഉമ്മ, നിങ്ങളുടെ വയസ്സായ ഭർത്താവിനെ നിങ്ങൾ നിരാശപ്പെടുത്തരുത്, നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. അവരുടെ പൊരുത്തമില്ലാതെ പോയാൽ എത്ര വലിയ സ്വാലിഹത്തായ പെണ്ണാണെങ്കിൽ പോലും അവൾക്ക് സ്വർഗമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം. ഭർത്താവിനെ അനുസരിക്കുന്നവളാകണം. ഭർത്താവിന്റെ വിഷമങ്ങളിൽ കൂറുകൂടുന്നവളാകണം. ഭർത്താവിന്റെ ആഗ്രഹങ്ങൾ അറിയുന്നവളാകണോ? ഭർത്താവിന്റെ സന്തോഷം എപ്പോഴാണോ പെണ്ണെ നിന്റെ സന്തോഷമാകുന്നത്, അതുവരെ നീ വിജയിക്കാൻ പോകുന്നില്ല. പെണ്ണുങ്ങൾ മരിച്ച പേർക്ക് പോകുമ്പോഴും ബാഗ് ഇട്ടിട്ട് എന്നിന്റെ ഈ സുർഗാടി ബാഗിൽ എന്നില്ല 4 പാമ്പേഴ്സും ഒരു പൗഡറിന്റെ വെട്ടി പഴയ ബാഗ് ഫുള്ളായില്ലെങ്കിൽ പണ്ടത്തെ പേപ്പർ, ന്യൂസ് പേപ്പർ ഇട്ട് നുറക്കുന്നു. തേച്ചുവാണ്ട് എന്തെങ്കിലും ഇട്ട് തേച്ചുവാണ്ട്. ഇത് കൊണ്ടുവന്ന് കാണുമ്പോന്നിരിക്കണം 40 പോണ് പൊന്നുണ്ടിന്റെ ഉള്ളിലും. അത്ര ബഹുമാനിച്ചിട്ട് ഈ ബാഗ് എടുക്ക്, ലിപ്സ്റ്റിക് എല്ലാം ഇട്ടിട്ട് എടുക്ക് വന്ന മംഗളത്തിനല്ല, എളാപ്പ മരിച്ചിനി കണ്ണോക്കിന് പോന്ന് ബാഗെല്ലാം ഇട്ടിട്ട് ടൈറ്റ് വിട്ടെല്ലാക്കിയിട്ട് നല്ല സെറ്റപ്പിൽ പോണ എടുക്ക് മരിച്ച വീട്ടിലേക്ക്. അതല്ല, ആ സ്വന്തം ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോ ഒരു പഞ്ചാധികയാക്കി, ഭാര്യയും ഭർത്താന്റെ എല്ലാം പഞ്ചാധികല്ലായിട്ട് ഒരു പകല തലാക്കാണ്ടതല്ല ശരിയായിട്ട് അവനോട് ഞാൻ ചൊല്ലി എല്ലാം സബുറാക്കണം, ക്ഷമിക്കണം, എല്ലാം ചൊല്ലി ലാസ്റ്റ് ഓളെ എതിർക്ക് ചൊല്ലി, ഉസ്താദ് എല്ലാം സബുറാക്കാം, ഉസ്താദ് ഒന്ന് ചെല്ലണം, ഒരു 2 നാക്ക് ഒരിക്കൽ ഇട്ട നൈറ്റിനെ മാറ്റാൻ ചെല്ലണം, വേറെ ബാക്കിയെല്ലാം സബുറാക്കാം. ഇത് സബുർ എന്താക്കുന്ന ഉസ്താദ് മാറ്റുന്നേ ഇല്ല. അയിലെന്നെ എന്നിന്റെ പ്ലേറ്റ് തുടക്കുന്നു അയിലെന്നെ, ഉസ്താദിന്റെ ബുദ്ധി തുടക്കുന്നു അയിലെന്നെ, ചട്ടി പാത്രം കീക്കുന്നതും അയിലെന്നെ. എല്ലാ പെണ്ണുങ്ങല്ല, ചില പെണ്ണുങ്ങൾ നല്ല പെണ്ണുങ്ങ ഒരു സാലില് കീക്കുന്ന എല്ലാം നൈറ്റിലല്ല. പിന്നെ
തലക്കിട്ട സാള് കുഞ്ചിലുണ്ടാന്ന്. ഉസ്താദിന്റെ ബുദ്ധി വന്നിട്ടാകുമ്പോ എത്ര വലിയ ബുദ്ധിയാന്താ, ഇത്ര ചെറിയ ഉസ്താദിന് ഇത്ര വലിയ ബുദ്ധിയാ. ബേജാറോടെ ചില പെണ്ണുങ്ങൾ അങ്ങനെ കൊടുക്കുന്ന ആളുണ്ട്, ചില പെണ്ണുങ്ങൾ നല്ല നീയത്തിൽ കൊടുക്കുന്ന ആളുണ്ട്, ചില പെണ്ണുങ്ങൾ ബർക്കത്തിന്. പണ്ടൊരു ഉമ്മ ചെല്ലാല ഉസ്താദിന് മോളെ കുറച്ചുണ്ടാ 4 കുട്ടമളോ ജാസ്തി ഇട്ട് ഏത് പാർച്ച നിക്കട്ടെന്ന് പിള്ളേർക്ക് അങ്ങനെ അങ്ങനെ കൊടുക്കുന്ന ആളുണ്ട്. പഞ്ചായത്തിലോ ഒന്നേ ചെല്ലേ ഉസ്താദ് ബാക്കിയെല്ലാം ഒരു വക സദിക്ക. ഓളോട് എന്ത് ചെല്ലണോ, ഒരു ജണ്ട് നാക്കൊരിക്കാൻ നൈറ്റി ഉസ്താദ് കുളിക്കുന്നേ വരുന്ന കൊയിനെ ഇടുന്നേ നീനെ. പിന്നെ പിന്നെ അവിടെ കേട്ടൊക്കാൻ ഉസ്താദ് ചെല്ലിക്ക് നമ്പല 2 കഴിഞ്ഞങ്ങനെ മറിച്ചിട്ട് വിടുന്നാവാ. പിന്നെ സുബ്ഹാന ജല്ല ജലാലു. ഉമ്മ അങ്ങനെ ആവരുത്. നിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം പ്രദർശിപ്പിക്കേണ്ടത് ഭർത്താവിന്റെ മുമ്പിലാണ്. ഈ നൈറ്റിനെ കണ്ട ബേജാറിലാണ് പിന്നെ ടൗണിൽ കണ്ടനല്ല ഒരിത്തില് പെണ്ണില്ല വയല് പറഞ്ഞിട്ടാകുമ്പോ ഒരു ബേസായ ഉപ്പ ചൊല്ലി ഉസ്താദ് ബയലല്ലേ പറയുമ്പോ ഇരിക്കുന്നു. നോക്കണ്ട നോക്കണ്ട നോക്കണ്ട. പാൻറ്റൊക്കെ കീഞ്ഞിട്ടാകുമ്പോ ഉസ്താദ് തിരിച്ചോണ്ടും മെലിച്ചോണ്ടും കൊലിച്ചോണ്ടും വരുമ്പോ ഞങ്ങൾ ഗേഡ്ക്ക് നോക്കാതിരുന്നോന്നേ ആര് ബേസായ ഉപ്പ പന്നെ ഇങ്ങനെ കേട്ടെങ്കിൽ പിന്നെ ബാലക്കാര അവസ്ഥ ചെല്ലിട്ട് കൊണ്ടുണ്ടാ അല്ലേ. സുബ്ഹാന ജല്ല ജലാലു. നിങ്ങളുടെ ഭാര്യമാ, നിങ്ങളുടെ ഭർത്താക്കന്മാർ ഭാര്യയിൽ നിന്ന് കൊതിക്കുന്നതെന്തോ അതെല്ലാം ചെയ്തു കൊടുക്കേണ്ടവളാണ്. അങ്ങനെ ആ ഉസ്താദ് പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും പുറത്ത് കിടക്കുന്ന പെരുന്നാന്റെ ഒപ്പം മക്ക മരിയക്കെല്ലാം ടൂർ പോയിനി. അന്ന് റൂം കാലി ലൈവില് ഗളട്ടാവല്ലേ പോയിട്ട് അന്ന് റൂം കാലി. ഞാൻ അയിമാട് ചെല്ലി ഇന്നുകൂടെ കിടക്കാന്ന് ചെല്ലി. അയിമ ചെല്ലാല നിങ്ങൾ കിടക്കി ഞാൻ വരുന്നേന്ന് ചെല്ലി. ഇയാള് പാപ്പ മനസ്സ പോയിട്ട് ഉള്ളിൽ കാത്തിരുന്ന് കുറെ കാലായി ഭാര്യയും ഭർത്താവും ഒന്നിച്ചൊന്ന് കിടന്നുറങ്ങിയിട്ട് റായത്ത് കിട്ടാതെ ഇയാള് കാത്ത് 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 കാത്തിട്ട് ദിക്റും തസ്ബി എല്ലാം അറിഞ്ഞല്ല ചെല്ലി ചെല്ലി തീർന്നെല്ലായി. ഈമ വരുന്ന എന്നെ കാണുന്നില്ല. കുറെ നേരം കഴിയുമ്പോ ഇയാള് മെല്ലെ പോയിട്ട് വാതിൽ തുറക്കാൻ നോക്കുമ്പോ വാതിൽ തുറക്കാനാവുന്നില്ല. പുറത്തുനിന്ന് ലോക്കിട്ടിനെ പുറത്തുനിന്ന് ലോക്കിട്ടിട്ട് അയിമ കിടന്നില്ല. സുബൈക്കേ തുറന്നില്ല. അയാൾ കേട്ടാൽ എന്ത് ബിസിയാണ്, അല്ലെങ്കിൽ എന്ത് ബിസി ഈ ബാസായിട്ട് അമ്മ പിള്ളേർ കളിയുന്നില്ല. ബാസ ഇല്ലാത്തത് 9 മക്ക കഴിഞ്ഞ അപ്പൊ ബാസ ഉണ്ടായ ഈ 9 മക്കാകുമ്പോ ബാസ ഇല്ലാത്തതായിരുന്നതാ. ഈ രൂപത്തിലാകരുത്. ഭർത്താവിനെ അനുസരിക്കൽ ഭാര്യയുടെ കടമയാണ്. അത് എവിടെയാണ്? പാത്രം കഴുകുമ്പോൾ വിളിച്ചാൽ ഉത്തരം ചെയ്യണം, വസ്ത്രം കഴുകുമ്പോഴാണെങ്കിലും ഉത്തരം ചെയ്യണം. എല്ലാ അനുസരണയും ഭർത്താവിന് ഭാര്യ ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവളുടെ ഉംറ സ്വീകരിക്കുകയില്ല, അവളുടെ ഹജ്ജ് സ്വീകരിക്കുകയില്ല, അവളുടെ നോമ്പ് സ്വീകരിക്കുകയില്ല. പെണ്ണെ, നീ ഒരുങ്ങേണ്ടത് നിന്റെ ഭർത്താവിന്റെ മുമ്പിലാണ്. അവനാണ് നിന്റെ സ്വർഗോ, അവനാണ് നിന്റെ ആനന്ദോ. അതുകൊണ്ട് ഭാര്യമാരായ ഉമ്മമാരെ, നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഹബീബ് തങ്ങളുടെ കൂടെ സ്വർഗീയ റാണി ബീവി ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ കണ്ടില്ലേ? എന്തോരു സ്നേഹമാണ്, എന്തൊരു സ്നേഹമാണ്. ചില ആളുകൾക്കൊക്കെ റാബിയത്തു ഷാമിയ എന്ന് പറയുന്നൊരു പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. ഇനി വീനെ ചൊല്ലിക്കൊണ്ട് പോയിട്ട് പേരിൽ ഗലാട്ടാക്കണ്ട. റാബിയത്തു ഷാമിയ എന്നിട്ടുള്ള പെണ്ണുങ്ങൾ. ഈ പെണ്ണുങ്ങൾ എപ്പോഴും ഭർത്താവാകുന്ന മഹാനോട് ചെല്ലും, നിങ്ങൊരു മങ്ങലാവണോ, നിങ്ങൊരു 2 സെക്കൻഡ് വൈഫ്, രണ്ടാമതൊരു മങ്ങലാവണോ. ആരോട് പറയുന്നു? റാബിയത്തു ഷാമിയ ഭർത്താവിനോട് പറയുന്നു. ഭർത്താവ് സമ്മതിക്കുന്നേ ഇല്ല. ഭർത്താവ് സമ്മതിക്കുന്നേ ഇല്ല. അവസാനം റാബിയത്തു ഷാമിയ ഇറങ്ങി അന്വേഷിച്ച് ഒരു പെണ്ണിനെ കൊണ്ട്, രക്ഷിതാക്കളെ കൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ടവരോട് പറയുന്നു, നിങ്ങളുടെ മകളെ എന്റെ ഭർത്താവിന് കല്യാണം കഴിച്ചു കൊടുക്കുമോ? അങ്ങനെ ആ ഭർത്താവിനിക്ക് 2ാമത്തെ വിവാഹം കഴിഞ്ഞു. ആരാ കഴിച്ചു കൊടുത്തത്? ആരാ കഴിച്ചു കൊടുത്തത്? സ്വന്തം ഭാര്യ കഴിച്ചു കൊടുത്തു. എന്നിട്ട് കഴിഞ്ഞു വന്ന പുതിയ പെണ്ണിനോട് റാബിയത്തു ഷാമിയ പറയാ, പെണ്ണേ, ഭർത്താവിന്റെ വസ്ത്രം ഞാൻ തന്നെ അലക്കുകയാണ്, ഭർത്താവിന് ഭക്ഷണം ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ്, പിന്നെ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാ സേവനങ്ങളും ഞാൻ ചെയ്തു കൊടുക്കാം. പക്ഷേ എന്റെ ഇബാദത്ത് വേളകളിൽ, എന്റെ നിസ്കാര വേളകളിൽ, എന്റെ ദിക്റിന്റെ വേളകളിൽ എന്റെ ഭർത്താവിനെങ്ങാനും വല്ല ആവശ്യങ്ങളും വന്നാൽ, ശാരീരിക ആവശ്യം വന്നാൽ, മാനസിക ആവശ്യം വന്നാൽ, എല്ലാ സുഖ സൗകര്യങ്ങളും പെണ്ണേ നീ ഒരുക്കി കൊടുക്കണേ.
ഭർത്താവിന് ഇഷ്ടമല്ലാതെ ഞാൻ എത്ര ഇബാദത്ത് ചെയ്താലോ പടച്ചുറപ്പ് സ്വീകരിക്കില്ലല്ലോ. അതുകൊണ്ട് എന്ത് വേണമെന്നറിയോ? എന്റെ ഭർത്താവ് സുഖമായി ജീവിക്കുന്നവനാകണം. ഇതിപ്പോ നമുക്ക് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ചെല്ലണം. വേറെ കെട്ടുന്ന പൊതുമുണ്ടീനിന്ന് ഒന്നാ സുഖം, ഇല്ലെങ്കിൽ തീർന്ന്, രണ്ടിലൊന്ന് തീർമാനം. കിടന്ന മയ്യത്ത് പോലെ കടന്ന പെണ്ണ് കാണിക്കുന്നു, വേറെ കെട്ടുന്നില്ലെങ്കിൽ മതി അപ്പണിക്കുന്നു. എങ്ങനെ ഉസാറാന്ന്? എന്തില്ല, മൈഗ്രൈനും ഇല്ല, സൈത്താനും ഇല്ല, റുവാനിയും ഇല്ല, അടുപ്പിന്റെ തിട്ടയും ഇല്ല. അങ്ങനെ വേണമെന്നല്ല. ഉള്ള ഭർത്താവിന് നല്ല മാന്യതയോടെ പോറ്റി വളർത്തിയാൽ ഹബീബ് തങ്ങളുടെ അടുത്തേക്ക് പെണ്ണുങ്ങൾ കൂട്ടമായി വരികയാണ്. അല്ല നബിയേ, നീണ്ട വിഷയമാണ്, ചുരുക്കി പറയാണ്. ആണുങ്ങൾക്ക് പള്ളിയിൽ പോയിട്ട് നിസ്കാരമുണ്ട്, പെണ്ണുങ്ങൾക്കില്ലായിരുന്നു. ആണുങ്ങൾക്ക് നിസ്കാരമുണ്ട്, അവർക്ക് സോഷ്യൽ വർക്ക് ഉണ്ട്, അവർക്ക് യുദ്ധമുണ്ട്, മയ്യത്ത് പരിപാലനയുണ്ട്. ഇതെല്ലാം ആണുങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങൾക്ക് അതെല്ലാത്തിന്റെയും കൂലി വേണ്ടേ നബിയേ? ഹബീബ് തങ്ങൾ പറയുകയാ, പെണ്ണേ, യുദ്ധത്തിന് പോയ കൂലി, യുദ്ധത്തിൽ ഷഹീദായ കൂലി, മയ്യത്ത് മറമാടിയ കൂലി, സോഷ്യൽ വർക്കിന്റെ കൂലി, ഇതെല്ലാ കൂലികളും വേണോ? നിങ്ങളെ കെട്ടിയ ഭർത്താക്കന്മാരെ നിങ്ങൾ സന്തോഷിപ്പിച്ചാൽ അതെല്ലാ കൂലികളും അല്ലാഹു നിങ്ങൾക്ക് തരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ പെണ്ണുങ്ങൾ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തക്ബീറും ചൊല്ലിയിട്ടവർ വീട്ടിലേക്ക് പോവുകയാണ്. എന്ത് വേണം? ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. ഭർത്താവിനെ സന്തോഷിപ്പിക്കണം. അത് വലിയ വിഷയമാണ്. ഭർത്താവിന്റെ ആവശ്യങ്ങൾ കണ്ടറിയണം, ഭർത്താവിന്റെ ഇഷ്ടം കണ്ടറിയണം, ഭർത്താവിന്റെ ആവശ്യങ്ങൾ ചോദിച്ചറിയണം, ഭർത്താവിന്റെ സമ്മതം പോലെ നീങ്ങണം, ഭർത്താവിന്റെ ഉമ്മാനെ ഉമ്മയെ പോലെ കാണണം, ഭർത്താവിന്റെ ഉപ്പയെ പോലെ കാണണം. ഭർത്താവിന് ഇഷ്ടമല്ലാത്ത ഒരൊറ്റ ഒന്നിലും ഇടപെടാൻ പാടുള്ളതല്ല. അതുകൊണ്ട് ഭർത്താവിനെ നീ സന്തോഷിപ്പിച്ചാൽ, ഭർത്താവിനെ അനുസരിച്ചാൽ അല്ലാഹു നിനക്ക് സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളെയല്ല, ഖിയാമത്ത് നാളാകുമ്പോ പെണ്ണിന്റെ അടിമകളായി ജീവിക്കുന്ന ആണുങ്ങളാണ്. അല്ലേ? ആണുങ്ങൾക്കെല്ലാം പേടി. എന്ത് പേടി? ഉസ്താദെ നോക്ക, ഞാൻ പിന്നെ ചെല്ലുന്നതിന്റെ യജമാനത്തിയോട് കേട്ടോ. ഓൾ യജമാനത്തി, ഓ അടിമ, ഓ യജമാനല്ല. അത്ര പേടിക്കുന്ന ചില ആള്. ഉസ്താദ് പരക്കാരത്തിയോടൊന്ന് കേട്ടോന്ന്, മോശമില്ല, പരക്കാരത്തി എന്ത് ചൊല്ലുന്നു നോക്കാന്ന്. കേട്ടോന്ന് നല്ലല്ല, മോശമില്ല, അഭിപ്രായപ്പെടൽ നല്ലതാണ്, മോശമല്ല. പക്ഷേ അവൾ പറഞ്ഞതുപോലെ എല്ലാത്തിലും അല്ലേ, അവരെങ്ങനെ പറയുന്നു, അങ്ങനെയാവരുത്. ആണ് പറഞ്ഞ പോലെ അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ആണും പെണ്ണും ഒരുപോലെയല്ല. ആണും പെണ്ണും ഒരുപോലെയാണോ? അല്ല. ബ്രെയിനിലെ സെല്ലുകളിൽ പോലും ആണും പെണ്ണും വ്യത്യാസമുണ്ട്. ആണും പെണ്ണും ഒരിക്കലും, ഇനിയിപ്പോ നീ ലിംഗം മാറ്റിയാ പോലോ നീ പെണ്ണിനെ പോലെ ആകുന്നില്ല. അങ്ങനെയാണ്. ആണ് ആണാണ്, പെണ്ണ് പെണ്ണാണ്. റബ്ബ് തആല തലച്ചോറിലെ സെല്ലുകളിൽ പോലും മാറ്റങ്ങളുണ്ട്. ആണിന്റെ ചിന്താഗതി വേറെ, പെണ്ണിന്റെ ചിന്താഗതി വേറെയാണ്. ഇതെല്ലാം മനോഹരമായി ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, മനോഹരമായി പടച്ചവനാണ് അല്ലാഹു. അതുകൊണ്ട് ആണായിട്ടുള്ളവർ വലിയവരൊന്നും പെണ്ണായവർ അടിമകളൊന്നും എന്നൊന്നുമല്ല. ഒരാള് തലയാണെങ്കിൽ ഒരാള് നെഞ്ഞാണ്, ഹാർട്ടാണ്. അങ്ങനെയായിട്ട് കുടുംബത്തിലുള്ള എല്ലാം ആനന്ദത്തോടെ കൊണ്ടു നടക്കുന്നവരാകണം. ഭർത്താവിന് ഇഷ്ടമുള്ള വസ്ത്രമണിയണം, ഭർത്താവിന്റെ സമ്മതമുള്ള ഇടത്തേക്ക് മാത്രം പോകണം, ഭർത്താവിനോട് ചോദിക്കാതെ ഒന്നും ചെയ്തു പോകരുത്, ഭർത്താവിന്റെ അനുവാദമില്ലാതെ ഒന്നും ചെയ്തു പോകരുത്. അത് സ്കൂൾ ഡെക്ക് പോയതായാലും, മീറ്റിങ്ങിന് പോയതായാലും, ഉപ്പാനെ കാണലായാലും, സ്വർണം കടം കൊടുക്കലായാലും,
സ്വസഹായ സംഘത്തിന്റെ മീറ്റിംഗ് ആയാലും അങ്ങനെയുള്ള തിന്മകളിൽ അനുവാദമുണ്ടെങ്കിലും പോകരുതേ ഉമ്മ. റമളാനിന് വസ്ത്രം വാങ്ങാൻ സംഘത്തിൽ നിന്ന് ലോൺ വാങ്ങിയിട്ട് നോമ്പ് തുറപ്പിക്കുന്നവരുണ്ട്, ഡ്രസ് വാങ്ങുന്നവരുണ്ട്, ഗിഫ്റ്റ് കൊടുക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അപകടമാണ്, അപകടമാണ്. അതുകൊണ്ട് മുത്തുമുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, നല്ല കുടുംബജീവിതം കാഴ്ചവെക്കണേ. ഭർത്താവിന്റെ വിഷമങ്ങൾ ഭാര്യക്ക് മനസ്സിലാകണം. ഭർത്താവിന്റെ ടെൻഷന് പണമുണ്ടാക്കണം, കടം വീടണം, കറണ്ട് ബില്ലടക്കണം. ഇതെല്ലാം നൂറുകണക്കിന് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഭർത്താവിനുണ്ട്. അതറിയണം. അത് കഴിഞ്ഞാൽ അല്ല, അതൊന്നുമില്ല. മക്കളെ ചെലവാണെങ്കിലും ഈ ആണായി ഇതൊക്കെ ചെയ്തു വന്ന ഈ വയസ്സായ ഉപ്പാക്ക് ഒരധികാരം കൊടുക്കണം, ഒരു ബഹുമാനം കൊടുക്കണം. അതാണ് ബറക്കത്ത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോ പെണ്ണുങ്ങളെ മാത്രം പറയുമ്പോ ബേജാറാവണ്ട, ആണുങ്ങളും ശ്രദ്ധിക്കണം. പെണ്ണുങ്ങളുടെ കാര്യങ്ങൾ ചോദിച്ചറിയണം. പെണ്ണുങ്ങൾക്ക് നിങ്ങൾ കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ലെങ്കിൽ വലിയ ബേജാറില്ല. പള്ളിന്റെ ഒന്തിക കൊടുത്തിട്ടില്ലെങ്കിലും വലിയ ബേജാറില്ല. ഉസ്താദിന് കൈമടക്കിയിട്ടില്ലെങ്കിലും വലിയ ബേജാറില്ല. ആളുകൾക്ക് അങ്ങനെയാണ്. പള്ളിന്റെ ദബ്ബിക്ക് പൈസ ഇടുമ്പോ ഭയങ്കര ബേജാറാണ്. ഓരോരുത്തർ കീസ കിട്ടുന്നേയില്ല. കീസ എന്നിട്ട് അടിയും തപ്പുന്ന. ഇന്നലെ തന്ന 5 റുപ്യന്റെ കോയിൻ അത് ഓടക്ക് പോയി. 10 റുപ്യ ഉണ്ട്, 50 റുപ്യ ഉണ്ട്, 20 റുപ്യ ഉണ്ട്, 30 റുപ്യ ഉണ്ട്. ഇടേ ഇടല്ല, ജീവൻ ബാങ്ക് ഇടല്ല. ഇനി കിട്ടില്ല അങ്ങ് അപ്പത്തോണ്ട് നീ 10 റുപ്യ 5 റുപ്യ നാളെ തരുന്നേ ആങ്ക് ഇടല്ല. ചില മുസീബത്ത് റമളാൻ മാസത്തെ ഞാൻ ഒരിക്കൽ കണ്ടിന്. മുത്താലി മുർദിയലി കോണും വരുന്ന വെള്ളിയാഴ്ച ഒരാൾ വന്നിട്ട് മുസല്ലക്ക് 10 റുപ്യ ഇട്ട് 10 റുപ്യ ഇട്ടിട്ട് 90 റുപ്യ 40 റുപ്യ എത്ര എടുത്ത ഇയാൾ ചില്ലറ എടുത്ത. ഇട്ടിനെത്ര 10 റുപ്യ എടുത്തത് 40 90 എനിക്ക് ഓർമ്മയില്ല. 40 റുപ്യ 90 റുപ്യ ചില്ലറ എടുത്ത്. എങ്ങനെ കണ്ടാൾ എന്തിരിക്കണോ ഇയാൾ 100 റുപ്യ ഇട്ടിട്ട് ചില്ലറ ബാക്കി എടുത്തെന്നല്ലേ വിചാരിക്കുന്നത്. ഇട്ടിന് 10 റുപ്യ മുസല്ലക്ക്. ഇങ്ങനത്തെ കള്ളന്മാരല്ലോ. സുബ്ഹാന ജല്ല ജലാൽ. റമളാൻ മാസത്തിൽ വന്നിട്ട് സമൂസ കക്കുന്ന ആളുണ്ട്. ടേബിളിന്റെ മീത്തുനിന്ന് സമൂസ എടുത്തിട്ട് മദ്രസിന്റെ ഡെസ്കിന്റെ ഉള്ളിലേക്ക് വെക്കുന്ന സമൂസ. ഇത് കൂടെ ഒരു സമൂസ ഷോർട്ട് ഉണ്ട്. ചെല്ലിയത് കളവല്ല, നേരില്ല. കൂടെ ഷോർട്ട് ഉണ്ട്. ഈ സമൂസ ഇതിന്റെ അടിയിലുണ്ട്. റമളാൻ മാസത്തിൽ നോമ്പ് നോക്കിയിട്ട് വന്നിട്ട് സമൂസ കക്കുന്ന, പള്ളി റാത്തീബിന്റെ സീർണി കക്കുന്ന കള്ളന്മാർ. ഇതിന്റെ ഇടയ്ക്ക് ഒരു കമ്മിറ്റിന്റെ ഓഫീസ് ഒരാൾ പറഞ്ഞു, ഓഫീസ് സ്മെല്ല് വരുന്നു. അങ്ങനെ വന്നിട്ട് ഉസ്താദ് ചെല്ലി ഓഫീസ് മണക്കുന്നു, ഓഫീസ് മണക്കുന്നു. അങ്ങനെ എന്ത് എലിമിറ്റ് ചത്തിട്ടുണ്ടാ നോക്കുമ്പോ സീനിന്റെ 3 കെട്ട് വലിയത് പൂങ്ക പിടിച്ചിട്ട് സ്മെല്ല് വരുന്ന. അങ്ങനെ CCTV നോക്കുമ്പോ നാട്ടിലെ വലിയ വലിയ 30 ആചാരം എടുത്തു വെച്ചിന് അതിന്റെ ഉള്ളില്. സുബ്ഹാന, പള്ളിന്റെ റാത്തീബിന്റെ സീർണി കട്ടിട്ട് കൊണ്ടുപോകുന്ന മുസീബത്ത് പിടിച്ച ചില മനുഷ്യന്മാർ. അല്ലാഹു നീ കാക്കണേ അല്ലാഹ്. ചില പെണ്ണുങ്ങളുണ്ട് അങ്ങനെ. മങ്ങൽത്തിരി പോയിരുന്നു മൈസൂർ പാക്കിന് തൊട്ടെടുത്തോണ്ടേ പോന്നെ, തൊട്ടെടുത്തിട്ട് തൊട്ടേ നോക്കുന്നത് മൈസൂർ പാക്കിനെ ജുലബിനല്ല, അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറിൽ ചുട്ടിട്ട് കൊടുത്തിട്ട് പരല് വന്നിട്ട് പൊരോതി ആട്ട ഓതിയല്ല. ഇനി പെണ്ണുങ്ങ ഫസ്റ്റ് പോയിട്ട് വെജിൽ വയ്ക്കുന്നത്. അത് കഴിഞ്ഞ് 4 കുറി മീറ്റ താഴെ പോയിട്ട് നോൺ വെജിൽ വയ്ക്കുന്ന വേക്ക് സുറുവും. ഇതെല്ലാം കഴിഞ്ഞിട്ട് മൈസൂർ പാക്കല്ല തൊട്ടലിട്ടോണ്ട് പോന്നെ സീത പരക്ക് പരോതി എടുത്തോണ്ട്. ചില പെണ്ണുങ്ങൾ കിടാക്കളെ ചൈന കഴിച്ചെന്ന് കിട്ടി അതിനെ എടുത്തോണ്ട് പോന്നെ ഒന്നിച്ചിട്ട്. ഇടെന്തോ അങ്ങനെ ഇല്ലാവാ നിങ്ങളപ്പുറം കുറെ ദൂരം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആണുങ്ങളോടൊന്ന് പറയുന്നു, എന്ത് വേണം? ജാഗ്രത വേണം. കൊടുക്കണം, പള്ളിയിലേക്ക് കൊടുക്കണം, ഉസ്താദന്മാർക്ക് കൊടുക്കണം. ചില ആളങ്ങനെ അങ്ങനെയുണ്ട്. പണ്ട് ഉപ്പാന്റെ ഉപ്പ എത്ര കൊടുത്തിന് കൈമടക്ക് 1 റുപ്യ ജാസ്തി കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു ഉസ്താദ് തമാശക്ക് കേട്ട്, അല്ല ആചാർ ഇത്ര തന്നെയാ പണ്ട് കൊടുത്തോണ്ട് അത്ര തന്നെയാ കൊടുക്കുന്നേ. അപ്പൊ അയാൾ പറഞ്ഞു, ഉസ്താദെ ഇല്ലാതല്ലാന്ന്. പിന്നെ കൊടുക്കാനും മനസ്സില്ലാത്തല്ല. പിന്നെ എന്റെ ഉപ്പാക്ക് 12 അക്കര തോട്ടം ഉണ്ടായി. 30 ഓതി അഗ്രിബാങ്ക് 4 അക്കര കിട്ടീന. എന്റെ ഉപ്പ അത്ര ഉണ്ടായിട്ട് അപ്പ കൊടുത്തോണ്ടായ 100 റുപ്യ. ഞാൻ പിന്നെ എന്റെ ഒരു മാന്യത വെച്ച് എനിക്കൊരു 100 കൂട്ടിട്ട് 200 ആക്കി. അതിനാട്ടി ആറെ കൊടുത്ത കബുറ്റിൽ കിടക്കുന്ന ഉപ്പാക്ക് പൊരുത്താ വേല. പണ്ടത്തെ 100 റുപ്യ ഇപ്പത്തെ 10,000 റുപ്യ. അതറിയല ഇയാൾക്ക്. ഞാനിന് യാറ കൊടുത്തെങ്കിലും എന്താ വേല? ബേജാറൊന്നുമില്ല. കബറിൽ കിടക്കുന്ന ഉപ്പാക്ക് എന്താ വേല? പൊരുത്താ വേല. അയാൾക്ക് ബേജാറാവും. കണ്ട ബണ്ണ പാപ്പ ഉപ്പാന്റെ സല്ലാണത്തും കിട്ടി. ഈ രൂപത്തിലാകരുത്. നല്ലോണം മനസ്സറിഞ്ഞ് രഹസ്യമായും പരസ്യമായും കൊടുക്കണം. റമളാനൊക്കെ വരാൻ പോകുമ്പോ നമ്മൾ അവിടെ ഇവിടെയെല്ലാം കൊടുക്കും. പേരിനും പ്രശസ്തിക്കെല്ലാം കൊടുക്കും. നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്ന മദ്രസയിലെ ഉസ്താദന്മാർക്ക് കൊടുക്കാൻ വലിയ ബേജാർ.
ഖത്തീബ് ഉസ്താദിന് കൊടുക്കാൻ, മുഅദ്ദിൻ ഉസ്താദിന് കൊടുക്കാൻ, പ്രത്യേകിച്ച് മുഅല്ലിമീങ്ങൾക്കെല്ലാം കൊടുക്കാൻ ഭയങ്കര ബേജാറ്. ബേജാറങ്ങാവട്ടെ പുറത്ത് വന്നിട്ട് ചെന്ന് ഉസ്താദ്മാർക്ക് തന്നെ നിങ്ങൾക്ക് കൊയ്ത്ത് കാലോ ഉസ്താദിന് ഇവിടെ എത്രയായി, ഒരു കൊല്ലത്തേക്കുള്ളതായി. ഇത് പറയുന്നേ മര്യാദക്ക് നീ എത്ര ചെല്ലു അവനോട് കേൾക്കണം. അപ്പളെ നീ എത്ര കൊടുത്തിനി? അല്ല ഞാൻ കൊടുത്തിട്ടില്ല, അങ്ങനെ എല്ലാരും കൊടുത്തിട്ടില്ലേ? ഈ എല്ലാരോട് കേൾക്കുമ്പോഴും അങ്ങനെ ചെന്നേ എല്ലാരും കൊടുത്തിട്ടില്ലേന്ന്. കൊടുത്തോരെ ആരുമില്ല. പണ്ട് പാല് കൊണ്ടുവരാൻ ഒരുത്തം വെള്ളം കൊണ്ടുവന്ന പോലെ, എല്ലാരും വെള്ളം തന്നെ കൊണ്ടുവന്ന പോലെ എല്ലാരും ഇരിക്കുന്നേ അയാൾ കൊടുത്തിട്ടിരിക്കണോ ഇയാൾ കൊടുത്തിട്ടിരിക്കണോന്ന്. ലാസ്റ്റ് നോക്കുമ്പോ ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ ആ വരുത്. റമളാനൊക്കെ വരുമ്പോ മക്കളെയൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദന്മാർക്ക് നല്ല ഹദിയ. ഈ ചുറ്റി ചുറ്റി ഇരിക്കട്ടെ ഉസ്താദ് ബർക്കത്തിനായിട്ട് കീസൊക്കെ എഴുതുന്ന ചില ആള്. എന്തിനീ ഈ ഗുംപിണല് ഗോവിന്ദ് അതിനൊക്കെ പോട്ടു 500 കിട്ടിയതുണ്ടാവും, 1000 കിട്ടിയതുണ്ടാവും, 10 കിട്ടിയോ. ചില ആൾ പറയുന്നു ഉസ്താദ് ബേജാറാക്കണ്ട, ഞാൻ മുസല്ലക്ക് ഇട്ടാവോ മിഞ്ഞാന്നു. മുസല്ലക്ക് എത്ര ഇട്ടെന്ന് ആർക്കറിയും? ഈ പറഞ്ഞ പോലെ 10 ഉറുപ്പിക ഇട്ടിട്ട് 40 ഉറുപ്പിക എടുത്തിനതെങ്കില അതും മുസല്ലക്ക് ഇട്ടതിനല്ലേ. അങ്ങനെയല്ല, മനസ്സറിഞ്ഞു കൊടുക്കുക. നിങ്ങളെ മക്കളെ പഠിപ്പിക്കുന്ന ഉസ്താദിന് ഒരു ഡ്രസ്സിന്റെ പൈസ ഇരിക്കട്ടെ ഉസ്താദാ, നിങ്ങൾക്ക് 1000 ഉറുപ്പിന്റെ ഡ്രസ്സ്, നിങ്ങളെ ഭാര്യക്ക് 1000 ഉറുപ്പിന്റെ ഡ്രസ്സ്, 2000 ഉറുപ്പിക കുടിച്ചോളി ഉസ്താദെ. എന്റെ കൊടുക്കാൻ കഴിയില്ലേ? സക്കാത്തിന്റെ പൈസ, സദഖാന്റെ പൈസ കൊടുത്തൂടെ നമുക്ക്? നമ്മുടെ മക്കൾക്ക് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമഹുന്നാസ്, ഏറ്റവും ഖൈറായവരാണ് ഈ ഇൽമ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ, ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ. അവർക്കല്ലേ ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അവർ ചോദിക്കണമെന്നില്ല, അവർ ആവശ്യപ്പെടണമെന്നില്ല. അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് സദഖ ചെയ്യുന്നവരാരോ അവർക്ക് വലിയ അനുഗ്രഹമാണ്. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. മുഅ്മിനീങ്ങളെ പറയുന്നു, ആർക്കാണ് സ്വർഗമുള്ളത്? ലിമൻ വസലൽ അർഹാം, കുടുംബ ബന്ധം പുലർത്തുന്നവർക്ക് സ്വർഗമാണ്. പിന്നെയോ സലാം ധാരാളം പരത്തിയവർക്കാണ് സ്വർഗമുള്ളത്. പിന്നെ അലാനൽ കലാം, നല്ല സോഫ്റ്റായ വാക്കുകൾ പറയണം. സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ വാക്കുകൾ നല്ല മയമാകണം. നാവ് പിന്നെയും വിഷയങ്ങളുണ്ട്. നാവിലൂടെ വരുന്നത് നല്ല സൗമ്യമായ വാക്ക്. ഉമ്മാ, കൂടുതൽ പെണ്ണുങ്ങളും നരകത്തിലായത് ഭർത്താക്കന്മാരോടുള്ള ധിക്കാരം കൊണ്ടാണ്. ഏതാണുങ്ങളോട് ചോദിച്ച ആണുങ്ങൾ പറയും, ഉസ്താദേ എന്ത് വേണമെങ്കിലും സഹിക്കാം, ഓളെ നാവ് സഹിക്കാൻ കഴിയില്ല ഉസ്താദേ, അങ്ങനത്തെ നാവ് ഡേഞ്ചർ പിടിച്ച നാവാണ്, തുടങ്ങിയെങ്കിൽ സ്വിച്ചിട്ട പോലെ എന്ത് പറയുന്നേന്നില്ല ഉസ്താദ്. ഉമ്മാ, നിന്റെ ഭർത്താവിനെ സങ്കടപ്പെടുത്തുന്ന വാക്ക് പറഞ്ഞിട്ട് നീ എത്ര ദിക്റുകൾ ചൊല്ലിയോ, ഉംറ ചെയ്തുവോ, സദഖ ചെയ്തുവോ കാര്യമില്ല. നല്ല സോഫ്റ്റായ വാക്ക് പറയണോ? ആണുങ്ങളോടൊന്ന് പറയുന്നു, നിങ്ങളുടെ ഭാര്യമാരോട് നല്ല മയമുള്ള വാക്ക് പറയണേ. കുറച്ചു നേരം ഒന്ന് മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് ഭാര്യയുടെ അടുത്ത് പോയിട്ട് സുഖവിവരങ്ങൾ ചോദിച്ചിട്ട്, ഇതൊക്കെ ചോദിക്കണം. പെണ്ണിന്റെ മനസ്സ് ലോലമാണ്, അവരുടെ മനസ്സ് ലോലമാണ്. അവർക്ക് ഒരുപാട് പറയാനുണ്ട്. ഇതാരോട് പറയാനാണ്, ഇതാരോട് പറയാനാണ്? അങ്ങനെ ആ ഓട്ടോറിക്ഷയിൽ പോകുമ്പോ നമ്പർ എഴുതി കണ്ടു, നമ്പർ സേവ് ചെയ്തു, ഒരു മിസ് കോൾ അടിച്ചു, ഒരു ഹായ് അടിച്ചു. അവിടെ നിന്ന് തുടങ്ങിയ ബന്ധം അത് മുറിക്കാൻ കഴിയാത്ത ബന്ധമായി. ഓട്ടോറിക്ഷക്കാരന്റെ പണമല്ല, അവന്റെ സൗന്ദര്യമല്ല, അവനിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നറിയോ? അവന്റെ വാക്കുകളാണ്. നല്ലൊരു സൗമ്യമാർന്ന വാക്കുകൾ. നൂറുകണക്കിന് പെൺകുട്ടികളെ കൗൺസിലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രണയവുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥിനികൾ എല്ലാവരും പറയുന്നത്, എന്റെ ഉമ്മാക്ക് സ്നേഹമില്ല, എന്റെ ഉപ്പാക്ക് സ്നേഹമില്ല എന്ന് പറയുന്നു. കാരണം എന്താണെന്നറിയോ? സ്നേഹത്തിന്റെ വാക്കുകൾ പറയാറില്ല. പൊന്നുമോളോട് അടുത്ത് വിളിച്ചിരുത്തിയിട്ട്, മോളെ പാപ്പാക്ക് നിന്നെ ഇഷ്ടമാണ്, എല്ലാത്തിനേക്കാളും അള്ളാനെയും റസൂലിനെയും കഴിച്ചാ മോളെ എനിക്ക് മോളോട് ഇഷ്ടമാണ്, മോനോട് ഇഷ്ടമാണ്. ഇത് പറയാതെ പോകല്ല. അതുപോലെ ഭാര്യയോട് പറയണം, പെണ്ണേ ഞാൻ ചിലപ്പോ ദേഷ്യം പിടിക്കും, എന്തെങ്കിലും പറയും, പക്ഷേ നിന്നോട് വല്ലാത്ത സ്നേഹമുണ്ട്. മിഞ്ഞാന്ന് പറഞ്ഞ വയറുവേദന മാറിയിട്ടുണ്ടാ, തലവേദന കുറവുണ്ടാ എന്നൊക്കെ
ഇടക്കിടക്കൊന്ന് ചോദിക്കണം. എപ്പോ ചോദിച്ചാലും കളവാവേല. തലവേദന സുഖായാന്ന് ചോദിച്ചെങ്കിൽ പെണ്ണുങ്ങൾക്ക് പിന്നെ എപ്പോഴും തലവേദന അല്ലേ? എല്ലാരെ പെണ്ണുങ്ങൾക്കും തലവേദന ഉണ്ടാകും. തലവേദന കുറവുണ്ടാ എന്നെങ്ങനെ ചോദിക്കണം. അല്ലെങ്കിൽ ചില വിഷയങ്ങളെല്ലാം അവർ പറയുന്ന ബില്ല് ആന കുതിരന്തിരിക്കല പറയല്. ചെറിയ വിഷയം എന്തില്ല, കുളിക്കാൻ പോയിട്ട് വരുമ്പോ പല്ലി വീണ വിഷയം. ഇതാ നിങ്ങൾക്കൊരു വിഷയം അറിയുവാ? ഇല്ല, ഞാൻ ചെല്ലട്ടാ? ആ ചെല്ല. പിന്നുണ്ടല്ലേ ഞാൻ പാട്ട് സുബൈക്ക് കുളിച്ചല്ലേ? കുളിച്ച് എന്തായി? ഇതിങ്ങനെ പറഞ്ഞിട്ട് അടുത്ത് എത്തുമ്പോ ഉച്ചാവും. മാത്ര സബൂറാക്കിയിരുന്നിട്ട് കേൾക്കണം. അത്ര വേറെ വയ്യന്തില്ല. ഏത് കേൾക്കണം, ഇരുന്ന് കേൾക്കണം. നല്ല ഭർത്താവോ ഇതൊക്കെ ഇരുന്ന് കേൾക്കണം. ഇദ്ദേഹം വലിയ വിഷയ. ആനക്കുതിരക്ക് ഈ പല്ലിയ ഇതല്ല വലിയ വിഷയമാ. ഞാൻ നടന്നുകൊണ്ട് പോകുമ്പോ ബുള്ളറ്റ് എന്റെ കാലിന്റെ മിത്തല പോയി ഞാനിപ്പോ ചെല്ല. ആണുങ്ങൾക്ക് അത് വിഷയമല്ല, പെണ്ണുങ്ങൾക്ക്. ഇത് നിങ്ങൾ ഉസ്താദിനോട് ഫോണാക്കിട്ട് കേക്കി പല്ലി മേക്ക് വീണങ്ങ് മരിക്കുന്ന അലോക്ക. പല്ലി മേക്ക് വീണിട്ട് മരിക്കുന്നെങ്കിൽ നമ്മളെല്ലാം അഡ്രസ് ഇരിക്കല. എപ്പോഴെ എത്ര പല്ലി അപ്പൊ മേക്ക് വീണ 1-2 മിനിറ്റ് ഇതല്ല പറയുമ്പോ ഞാൻ എന്താക്കണോ? വല്ല ഫോൺ എടുത്തോണ്ട് വരും ഉസ്താദ് അല്ലെങ്കിൽ ഉസ്താദോട് കേട്ടിട്ടാ പറയണം. അവരുടെ ആഗ്രഹമാണ് ഇത് പറയാൻ. പെണ്ണുങ്ങൾക്ക് അവരുടെ മനസ്സ് അങ്ങനെയാ. ഓർക്കിത് പറയണം. മംഗളത്തിന് പോയിട്ട് വന്നിട്ട് അവൻ നമ്മ ചോദിക്കണം എങ്ങനെയായിരുന്നു കേൾക്കണം. കേട്ടിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ മുടവർത്തിരുന്നിനെ ഞാൻ മംഗളത്തിന് പോയത് നിങ്ങൾക്ക് ആയിട്ടില്ലാന്തോ അല്ലേ? ഇതെന്തല്ല ഞമ്മ കേട്ടിട്ടില്ല. പോയിട്ട് എന്തായി, ചോറെന്തായി, ചാറെന്തായി, എന്നിട്ട് ഷാവിന്റെ ചോറ് ഞങ്ങൾക്ക് എപ്പോ പോയെങ്കോ അങ്ങനെ. ബിരിയാണിയിൽ പീസില്ല, കബാബ് കൗത്തിന്റെ കണ്ട മണ്ണിട്ട് മുണ്ടാൻ എപ്പോ പോയെങ്കിൽ കൗത്തിന്റെ കണ്ടന്നെ കിട്ടുന്നു. പിന്നെ ഇങ്ങനെ തിന്നാൻ ആശാക്കിട്ട് പോയങ്ങനെ കൗത്തിന്റെ കണ്ടല്ലാതെ വേറെ എന്ത് കിട്ടാൻ? ഇതെല്ലാം ചോദിക്കണം. ഭർത്താവായവൻ ചോദിക്കണം. അതാണ് പെണ്ണിന്റെ മനസ്സ്. പെണ്ണിനോടെല്ലാം ചോദിക്കണം. പെണ്ണുങ്ങൾ ഡ്രസ്സെല്ലാം ഇട്ടിട്ട് വരച്ചോണ്ട് പോന്നെ നമ്മളെ. നിങ്ങൾക്ക് എന്റെ കണ്ണ് പൊട്ടീനാന്ന് കേൾക്കുന്നതല്ല, ഇത് വരക്കുന്ന ഡ്രസ്സ് എന്തായി നീന്ന് കേൾക്കുന്നു. അതാണ് വരക്കുന്നു. ചോറെല്ലാം ആക്കിയിട്ട് ആടന്നെ നിന്നിട്ട് നോയിക്കൊണ്ടിരിക്കുന്ന പെണ്ണുങ്ങൾ വയ്ക്കുമ്പോ എന്തിന് നീ എന്നിന്റെ ബായി നോക്കുന്ന പോയെടുന്നെന്ന് പറഞ്ഞിട്ട് ഭായിക്കാൻ ഭാര്യാനെ ഇതാരാക്കിനെ ഭയങ്കര ടേസ്റ്റ്. എന്ത് പുതിയ യൂട്യൂബ് നോക്കിട്ടാക്കിയതാ? ഭയങ്കര നിന്റെ തന്നെ അറിയാ. നല്ല ഇടക്കിടക്കല്ല കേൾക്കണം. ബണ്ണെങ്കിലും കേൾക്കണം. പണ്ടത്തെ അതേ പുളി അതേ ഉപ്പ് എപ്പ നോക്കിക്കോ ചപ്പ കറി ആയെങ്കിന്നാക്കണോ? കുറച്ച് നല്ലത് ചെലുത്താമ പിറ്റന്ന ഓർക്ക് കുറച്ച് കൊമ്പ് വരുന്നു. പെണ്ണുങ്ങൾക്ക് കാറ്റ് വേഗം പിടിക്കുന്നു. ഇന്നെ പോയിട്ട് കാറ്റിട്ടെങ്കിൽ നാളെ ചട്ടത്തിൽ കിട്ടും. നാളെ പോണോ സബുറാക്കി അർജന്റാക്കണ്ട. മെല്ലെ തിന്നെങ്കിലും ഉള്ളും തിന്നാന്നല്ല. മെല്ലെ 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 ഇപ്പൊ അത് മറക്ക് നീമ്പയോ പെണ്ണുങ്ങൾക്ക്? ബേജാറാ നീമ്പിയോ, മറക്ക് നീമ്പയോ, കുറവാ നീമ്പയോ, എല്ലാം ബയോ എല്ലാം മറക്കുന്നില്ലാവാ. പണ്ട് എന്തെങ്കിലും ചെല്ലിയതെല്ലാം ഓർക്ക് ഓർമ്മയിരിക്കുന്നത്. എന്നെ വെച്ചിട്ട് ചെന്ന് മെരിക്കോളെ ചെന്ന് പണ്ട് നിങ്ങൾ ചെല്ലിയിട്ടില്ലേ എന്നെ ഉമ്മാമാനാണ് കാണുന്നത്. ഞാൻ മറക്കോ മെരിക്കോളെ മറക്കല്ല അത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ചിലതെല്ലാം ഓർമ്മയുണ്ടാകുന്നു. ഏത് എന്റെ ഉപ്പാക്ക് എന്റെ കാലക്കെട്ടിന് എന്നെ ഈ കുണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആരോ വെച്ച സാപ്പോ എല്ലാം പറഞ്ഞിട്ട് പെണ്ണുങ്ങൾ എന്തെല്ലോ പറഞ്ഞുകൊണ്ടാണ് കിരി നമ്മ കേൾക്കാത്ത പോലെ അൽഹംദുലില്ലാ അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ ഇത് ചൊല്ലിക്കൊണ്ട് നടക്കുക. അതിനെല്ലാം റിപ്ലൈ ആക്കാൻ പോയെങ്കിൽ നമുക്ക് ഇന്ന് കിട്ടുന്ന ചോറും സാമ്പാറും അതും അടക്കം ഇല്ലാതായിപ്പോ. അള്ളാഹു കാക്കട്ട്. അപ്പൊ എന്താക്കണോ? പെണ്ണുങ്ങളെ വിഷയത്തിലെല്ലാം റസൂലുള്ള പറഞ്ഞില്ലേ നിഅമൽനുദുമോ എന്തൊരു നല്ല കൂട്ടാനാണ് സുർക്ക. കൂട്ടാൻ സുർക്കയല്ലാതെ സിർക്കയല്ലാതെ വിനീഗറല്ലാതെ ഒന്നുമില്ല നബിയേ. റസൂലുള്ള ചോദിച്ചില്ല എന്ത് എപ്പോൾ ഇതന്നെയാ, ഇതെന്ത് പാട്ട്, സാമ്പാർ പാട്ട് പറഞ്ഞില്ല. എന്തൊരു നല്ല കൂട്ടാനാണ് സിർക്ക വിനീഗർ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ CBI പോലെ മുണ്ടാൻ പാടില്ല, SI പോലെ മുണ്ടാൻ പാടില്ല, പോലീസുകാരനെ പോലെ മുണ്ടാൻ പാടില്ല. പെണ്ണുങ്ങളോട് സംസാരിക്കുമ്പോ നിങ്ങനെ എത്ര വലിയ കുതിര പ്രസിഡന്റാ, കത്തീബ, തങ്ങയ, ഔലിയാന്റെ ഉപ്പ ഔലിയ എന്തായിട്ടും അയ്മാന്റെ അടുത്തേക്ക് എത്തിട്ട് കൊണോണ്ടാ എന്ത് വലിയ ആളായെങ്കിൽ കാക്കരച്ചിട്ട് തുപ്പുന്നല്ലാതെ. പണ്ടൊരു ഔലിയ കറാമത്ത് കാണിക്കാൻ വേണ്ടി ഒരു വലിയ എന്താക്കി വലിയ ഞാനിപ്പോ അത്ഭുത കാണിക്കുന്നത് ഞാനിവിടെ ഇരിക്കുന്നു, നീ നോക്കൂ. ഒരാള് ഭർത്താവ് ഇരുന്നിട്ടുണ്ട്, അതേപോലത്തെ ഒരു ഭർത്താവ് അതിലെല്ലാം പാറിയിട്ട് പോയിട്ട് വന്നിട്ട് സുർക്ക ഇരുന്നിട്ട് ഇയാളെ പോലെ ആ രണ്ടാളുണ്ടത് ഇല്ലാതായിട്ട് ഒരാളായിട്ട് മാറി. എങ്ങനെ ഉണ്ട് ടലൈമാണ്ട്? എങ്ങനെ ഉണ്ട്? നിങ്ങ ഉടനെ ഉണ്ട്. അത് പാറിയത് വേറെ ആളല്ലേ? എങ്ങനെ ഏത് ഇയാള് എണിച്ചിനാ ഇയാള് പോലത്തെ ഒരാളായിട്ട് പോയിട്ട് പാറിയിട്ട് വന്നിട്ട് ഇല്ലാതെ വൈമ കേൾക്കുന്നതിന്റെ
നിങ്ങളുടെ തന്നെ ഇല്ലേ, അത് ഫാറിന്റെ വേറെ ആളല്ലേ. ഇനിയിപ്പോ എഡിറ്റ് ഫാറിയെങ്കിലും ഓർക്ക് വലിയ വിഷയം എന്താന്നില്ല. ഭർത്താക്കന്മാർ, തങ്ങന്മാരാവട്ടെ, ഉസ്താദന്മാരാവട്ടെ, ഓറ പേരിന്റെ വിഷയം ചോദിച്ചറിയുമ്പോഴാണ് ഓർ ഞമ്മളാട്ടി ബേജാറിൽ ഓറുള്ളത്. ആ അവസ്ഥയിലാണല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തലാക്കാക്കാൻ വേണ്ടി ബേജാറ് പറയാൻ വേണ്ടി വരുമ്പോഴല്ലേ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരിൽ ആടുള്ള ചെറിയ പിണക്കം കണ്ടിട്ട് ഇയാൾ പോയി ഈനാട്ടി എന്റെ ഓളെ ആവുന്നിട്ട് സീത പോയിനാല. ഇത്ര ജോറില്ല ഇമാൻ. ഏതുമാകട്ടെ, ആണുങ്ങൾ എന്ത് വേണമെന്നറിയോ? ഭാര്യമാരുടെ വിഷയങ്ങളെല്ലാം കേൾക്കണം, കേട്ടിട്ടിരിക്കണം, വണ്ണ മൂളണം. കേട്ടം മതിയല്ല, ഇടക്കിടക്ക പിന്നെ തീർന്നിട്ടാകുമ്പോഴും അങ്ങനെ ഹാനാ കണ്ട പിന്നെയും പിന്നെ അടിയിട്ടു. ഇതല്ല, കേട്ടിട്ട് കേൾക്കലാണ്. അവരെ കേട്ടാൽ അവർക്ക് സന്തോഷമാണ്. എല്ലാവരും കേൾക്കണം. അവർ പോയതും വന്നതും, ഭിക്ഷക്കാരൻ പറഞ്ഞതും എണീച്ചതും ഡ്രസ് വാങ്ങിയതും ഇതെല്ലാം അവരോട് ചോദിച്ചറിയണം. അവർക്ക് ആനന്ദമാണ്. അത് നൽകാൻ ഒരു പെണ്ണിന്റെ ആവശ്യമറിയാൻ, ഒരു പെണ്ണിന്റെ സന്തോഷമറിയാൻ, ഒരു പെണ്ണിന്റെ ആഗ്രഹമറിയാൻ, ഒരു പെണ്ണിന്റെ ആവശ്യങ്ങളറിയാ ഒരു ആണിന് സാധിച്ചില്ലെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാണ്? റസൂലുള്ള പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, വീട്ടിൽ നല്ലവനാരോ, ഭാര്യയുടെ അടുത്ത് നല്ലവനാരോ, അവരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവനെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല സംഭാവന നിങ്ങളൊക്കെ ചെയ്യണം. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കുറച്ച് വിഷയങ്ങൾ കൂടി പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നിർത്തുകയാണ്. ഒരു ഉസ്താദ് പറഞ്ഞൊരു 10:45 ഇടയിൽ ഇത്രയും പറയാൻ കഴിയും. ഞാൻ കുറച്ച് ശബ്ദം കുറച്ചെടുത്ത് പറഞ്ഞതാണ്. ഇത്രയും പറയാൻ കഴിയുമെന്ന് വിചാരിച്ചിട്ടില്ല. രാവിലെയൊക്കെ തീരെ ശബ്ദമില്ല. അൽഹംദുലില്ലാ, ഇത്രയൊക്കെ ആയി. അല്ലാഹു ബർക്കത്താക്കട്ടെ. പിന്നെ ബക്കറ്റുണ്ട്, സഹായിക്കുക.